നിങ്ങളൊരു ഏജൻസി, ഒരു ബിസിനസ്സോ തുടങ്ങുമ്പോൾ ഈ ബിസിനസ്സിനെയും നിങ്ങളെയും നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് ക്രൈസിസിനെ മാനേജ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലും അതിനുള്ള വിൽ പവറും നിങ്ങൾക്ക് ഉണ്ടായി തീരുക ചെയ്യുക. അതല്ലാണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു മാർക്കറ്റ് ഒരു കച്ചവടത്തിലും ഇല്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത ഏറ്റവും നല്ല വർക്കിൻ്റെ മുകളിലുള്ള വർക്ക് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. ഞാൻ ഇൻഡസ്ട്രികളുടെ മുകളിലുള്ള സാധനങ്ങളൊക്കെ വേറെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നാട്ടുകാരും കൂടെ സമ്മതിക്കണം. ഐ ബിലീവ് ലൈക്ക് ദർ ഇസ് നോ ഗുഡ് ഡിസൈനേഴ്സ്, ദർ ഈസ് ഓൺലി ഗുഡ് ലേണേഴ്സ്. നിങ്ങളാണെങ്കിലും അവിടെ നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റർ ഇല്ല, നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലേണേഴ്സ് ആണുള്ളത്. ഒരു സമാധാനമായില്ലേ, ഫീസ് മുതലായി എന്നുള്ളൊരു സമാധാനമായില്ലേ. ബേസിക്കലി അങ്ങനെ ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ആളാവാൻ പറ്റുള്ളൂ. ഇപ്പം സർവൈവ് എക്സാക്ട്ലി നമുക്ക് മാർക്കറ്റിൽ സർവൈവൽ ചെയ്യാന്നുള്ളത് ഇതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ആണ് എപ്പോഴും ഇതിൻ്റെ രസകരമായിട്ടുള്ളൊരു സാധനം. ബേസിക്കലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഇങ്ങോട്ട് വരുമ്പം നിങ്ങൾ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഞാൻ വരുന്നത്. ഞാൻ എപ്പോഴും വന്ന ആളോട് പറഞ്ഞു, എൻ്റെ നാവിൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത ചെവി എൻ്റെതാന്ന് പറയും. അതായത് എൻ്റെ നാവിൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത ചെവി എൻ്റെതാണ്. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കത് വേണമെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നത്. എനിക്ക് ഈ ഓഡിയൻസിൻ്റെ നമ്പറോ ഒരാളോ 2 ആളോ 10 ആളോ 100 ആളോ 1,00,000 ആളോ എന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം കൺസേണേ അല്ല. ഐ എം ടോക്കിംഗ് ടു മൈ സെൽഫ്. അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും പഠിക്കേണ്ടി വരിക. നിസാം സാറിൻ്റെ ക്ലാസ്സും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ആണ് യഥാർത്ഥത്തിൽ നിങ്ങളെ പഠനം തുടങ്ങുന്നത്. വെൻ യു ആർ വർക്കിംഗ് യു ആർ സ്റ്റാർട്ട് ടു ലേൺ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ എവിടെ തുടങ്ങുന്നോ അന്ന് നിങ്ങൾ അവസാനിച്ചു. മീൻസ് എവിടെ തോന്നുന്നോ അന്ന് നിങ്ങൾ അവസാനിച്ചു. പിന്നെ നിങ്ങൾക്കൊന്നും പഠിക്കാനില്ല. ഞാൻ അല്ലെങ്കിൽ മീൻസ് ഇത് ശരിക്കും മോട്ടിവേഷൻ പരിപാടി വരുമ്പോൾ നിങ്ങൾ വിജയമില്ല എന്നൊക്കെ എവരി ജേണി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം ഈ പരിപാടി. ഞാൻ ഇപ്പോൾ പറഞ്ഞു കേട്ടോ, ഇതിന് മുമ്പ് പറഞ്ഞോടുന്നൊക്കെ എനിക്ക് നല്ല കയ്യടിയിട്ടാണ്. അപ്പം ഇത് ആക്ച്വലി നിങ്ങൾ പഠിക്കുക എന്നുള്ള സാധനം ഡിജിറ്റൽ മാർക്കറ്റിൽ മാൻഡേറ്ററി. ഒരു 5 സ്റ്റാർ ഇട്ട് വെക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് പറയും. ഞാൻ നേരത്തെ നമ്മൾ അവിടുന്ന് പിന്നെ സിഒൻ്റെ അടുത്ത് നമ്മൾ ഡയറക്ടറുടെ അടുത്ത് നമ്മൾ സംസാരിച്ചു. ഞാൻ ആക്ച്വലി നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം അത്ര കത്തിയിട്ടില്ല. വയസ്സ് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യും. അത് ഇത് ആക്ച്വലി ഫേസ്ബുക്കിൽ പോസ്റ്റ് ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നീല ഒരു ബട്ടൺ മാത്രമേ ആ സമയത്ത് തലാട്ടുണ്ടല്ലോ ആ സമയത്ത് മാത്രമേ ഉള്ളൂ. ലൈക്ക് അന്ന് അത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ പണി എടുത്തിട്ടുണ്ട്. നമ്മളിത് എടുക്കും. ഏജും ഈ ഡിമോഗ്രഫി എന്നൊന്നും പറയുന്ന വലിയ സംഭവം ഒന്നുമില്ല, ഒന്നുമില്ല. ഭയങ്കര സിമ്പിളായിട്ട് പൈസ കൊടുക്കുന്നു, ഫേസ്ബുക്കിനോട് പറയുന്നു ഇതൊരു 10 ആളെ കാണിക്കുന്നു പറയുന്നു, ഇയാളിത് കാണിച്ചു തരുന്നു. അത്രയും സിമ്പിളല്ല. അത് അങ്ങനെ വരും. അതിൽ നിന്ന് അന്ന് റിസൾട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് അത്ര ഇൽമുള്ള ആൾക്കാരെ അതിലും ഉള്ളൂ. അതിൻ്റെ അകത്തുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ച് ഭയങ്കര സംഭവമായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. പക്ഷേ ഇന്ന് നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് ഡിജിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത മലബാർ ഏരിയയിൽ ഒരു കൊത്തുകുത്തിന്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നുള്ളതാണ്. പിന്നെ മറ്റുണ്ട് CA SE CMA ആ സാധനം ഉണ്ട് ഇപ്പോൾ. അതായത് ലൈക്ക് ഇത് ബിടെക് ആയിരുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ മെഡിക്കലായി. CA ഞാൻ ആ സമയത്ത് CA കുറെ ആൾക്കാർ ഇപ്പം ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ അതിന്റെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക, അതിന്റെ ബിഹൈൻഡ് എന്താന്ന് നോക്കുക. സീരിയസ്ലി പറഞ്ഞാൽ ആദ്യം എഴുതുന്ന ആൾക്കാർ 4% ആൾക്കാർ മാത്രമേ ഇത് പാസ്സാവുന്നുള്ളൂ. ഒരു 100 ആൾക്കാരെ എഴുതിയിട്ടുണ്ടായി 4 ആൾക്കാർ ഇത് പാസ്സാവുന്നുള്ളൂ. എന്നിട്ടും എന്താ ഇങ്ങനെ എല്ലാ ആൾക്കാരും അത്രയും പവർ ഉണ്ട്. എന്തുണ്ട് അതിന്റെ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം സൈലം അല്ലെങ്കിൽ അലയൻസ് അല്ലെങ്കിൽ ലക്ഷ്യ ഇവരൊക്കെ ചെയ്യുന്ന ആ ഒരു ബ്രാൻഡിങ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതിന്റെ ഒരു പവർ കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ആൾക്കാർ പോയി ജോയിൻ ചെയ്യുന്നത്. എക്സാക്ട്ലി. അതൊരു ഒരു ട്രെൻഡ് ബിൽഡ് ചെയ്യുക. ഇപ്പം 21ാം വയസ്സിൽ ലൈഫ് സെറ്റ് എന്നുള്ള ഒരു ഒറ്റ ക്യാപ്ഷന്റെ മുകളിലാണ് ആൾക്കാർ അങ്ങോട്ട് പോകണം. പിന്നെ മോഹൻലാലിന്റെ ഒരു ഫേസും ഇതേപോലെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ സംഭവം. നിങ്ങളിൽ എത്ര പേര് ഇതിൻ്റെ ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾ ഇരുത്തത്തുനിന്ന് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും വലിയ വലിയ ആൾക്കാർക്ക് കേട്ടോ. അപ്പം അതാവരുത് എന്നുള്ളതാണ് നിസാം സാറും പറഞ്ഞത്, ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഇവര് കുറച്ച് സാർ നിങ്ങളെല്ലാം പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിന് ഇതൊന്നുമില്ല, പിന്നെ എന്തിനാ എല്ലാവരും പഠിക്കുന്നില്ല, പിന്നെ ഞങ്ങൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഇവര് ചോദിക്കും. അപ്പൊ നിങ്ങൾ അതിനുള്ള ആൻസറും കൂടി പഠിക്കണം. എന്ത് ഡിജിറ്റൽ മാർക്കറ്റർ ആവുന്നുള്ള സാധനങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ല പിന്നെ ഞാൻ ഇടങ്ങാറാവും. എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റർ ആവണം എന്നുള്ളതും കൂടി അത് നമ്മള് ഇത് നിങ്ങൾ നമ്മുടെ ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദിസ് ടോക്ക് വി ക്യാൻ കണ്ടിന്യൂ. അതർവൈസ്
ഇതിന്റെ നിങ്ങൾക്ക് വേണ്ട ഒരു സാധനം വേറെ തരാനും എൻ്റെ അടുത്തുണ്ട്. അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ലൈക്ക് ഒരു കറക്റ്റ് ഒരു ടോപ്പിക്കോടെ ഇട്ടിട്ട് കത്തിക്കാനൊക്കെ എനിക്കറിയാം. അതും കത്തിക്കും. എനിക്ക് അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് എനിക്ക് പഠിക്കാനേ അറിയുള്ളൂ, പഠിപ്പിക്കാനേ അറിയില്ല. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ, ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ആ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ എത്ര നമ്പർ ഉണ്ട് ഇവിടെ? 60, ഓൾമോസ്റ്റ് ഒരു 50 to 70 ഉള്ളിൽ ഇവിടെ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ 70 അല്ലെങ്കിൽ ഒരു 65 ആളുകളും 65 കൈരേഖകളാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ വരച്ച വര 60. നോക്കിക്കോ, അവൻ കൈമൊക്കെ നോക്കുക, ഒരു ഉദാഹരണോ. അപ്പം ഇത്രയും ഡിഫറൻസ് നിങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അറിയോ, 65 ഒരേ കാര്യം 65 തവണ നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാന്നുള്ളതാണ് ബേസിക്കലി ഇതിൻ്റെ ഫംഗ്ഷൻ. ഇതിനെ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് രസകരമായിട്ട് പറയുമ്പോൾ ഓരോരുത്തരും കൺസീവ് ചെയ്യുന്ന റൂട്ട് ഓരോ രീതിയിലായിരിക്കും. അതിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഈ അളവിലാണ് എന്ത് ചെയ്യേണ്ടത്. ആ അളവിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോയിന്റിനെ സീഡാക്കി മാറ്റിയിട്ട് അതിനെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നിങ്ങൾ എത്തിക്കുക വേണ്ടത്. ഒരിക്കലും ഷെയർ വന്നിട്ട്, അല്ലെങ്കിൽ എൻ്റെ പേര് ഷെയർ എന്നാട്ടോ, ഇവിടെ ബ്രാൻഡ് ലേണർ എന്നൊക്കെ ഉണ്ടാവുക, അതെപ്പോഴും ഞാൻ പറയുന്ന രസമല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ അങ്ങനെ ആവണം. ഒരു നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റ് ഈസ് ഡൂയിങ് ലൈക്ക് ദിസ്. അയാൾ എത്ര മണിക്ക് എണീക്കും, അയാൾ ഇന്ന ഭക്ഷണം കഴിക്കുന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പം ബേസിക്കലി ഇപ്പം ഞാൻ എൻ്റെ ജേർണി പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ് എന്നെ ബിൽഡ് ചെയ്തത് ഞാനല്ല, എന്നെ ബിൽഡ് ചെയ്ത ഇവിടുത്തെ ക്ലയൻസ് ആണ്, എൻ്റെ ടീം മെമ്പേഴ്സാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകളാണ്, എൻ്റെ സംസാരം കേട്ട ആളുകൾ എന്നെ ബിൽഡ് ചെയ്ത്. ഇഫ് യു ആർ ബിലീവിങ് സോ, ലൈക്ക് എന്താ പറയുക, നിങ്ങൾക്കും എന്നെ പോലെ ആവാൻ പറ്റും എന്നുള്ളതല്ല, നിങ്ങൾക്കും ഒരു നല്ലൊരു ലേണർ ആവാൻ പറ്റും. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നും പഠിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വരുന്ന ഒരു AI-യും അല്ലെങ്കിൽ ഇവിടെ വരുന്ന എന്ത് ടെക്കുകളും നിങ്ങളെ ബാധിക്കുകയല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരാം. പണ്ട് ഇപ്പം 80s ഇന്നലെ കണ്ടൊരു റീലാണ്. 800-കളിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത്, ഒരു ഏകദേശം ഒരു നൂറ്റാണ്ടൊക്കെ മുമ്പ് അൾട്ടിമേറ്റ്ലി ഡ്രോയിങ്ങിനുണ്ടായിരുന്ന ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. ആളുകളെ വരക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു ഫേസ് എന്താണെന്നുള്ള അടുത്ത തലമുറയിലേക്ക് എത്തിക്കാൻ നമുക്ക് വര എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളായിരുന്നു. പണ്ട് കൊത്തിവെക്കലും പരിപാടികളൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ വരക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. ഈ ഒരു സംഭവം നിന്നത് ക്യാമറ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിച്ചതിന് ശേഷം. അന്ന് മുതലാണ് ഈ വര എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞത്. ആ പോയിന്റിൽ അത് കാരണം ഇത് വര നിർത്തിക്കഴിഞ്ഞാൽ, അതായത് ഇനി വരക്കാനുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഈ പരിപാടി നിർത്തിയിട്ട് ക്യാമറയുടെ പിറകെ പോയോല് രക്ഷപ്പെടൂലേ അല്ലേ? ഇനി ഇതിന്റെ സെക്കൻഡ് എഡ്ജീസ് ലൈക്ക് ക്യാമറ വന്നിട്ടും സ്വന്തം കഴിവിൽ വിശ്വസിച്ച് വീണ്ടും വരച്ച ആളുകൾ രക്ഷപ്പെടൂലേ അല്ലേ? അപ്പം എവിടെയാണ് നിങ്ങളെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഒന്ന്, ക്യാമറയും വന്ന് കുറച്ച് കാലം കഴിഞ്ഞു, ഈ സംഭവങ്ങളൊക്കെ വന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പരസ്യങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പ ബോർഡ് എഴുതുന്ന ആളായിരുന്നു. എൻ്റെ ഉപ്പ ചുമരെഴുത്തും ഈ നമ്മളെ പിന്നെ കടകളുടെ ഒക്കെ ബോർഡുകൾ ഇതൊക്കെ എഴുതുന്ന ആൾ. അപ്പോൾ കമ്പ്യൂട്ടർ വന്ന സമയത്ത് ഉപ്പ എന്ത് ചെയ്തു, 2 ഇഞ്ചിൻ്റെ ബ്രഷ് മാറ്റി 4 ഇഞ്ചിൻ്റെ ബ്രഷ് ആക്കിയിട്ട് നീട്ടിയടിച്ചിട്ട് വീടിന് പെയിൻ്റ് അടിക്കാൻ പോയ ആൾ. അപ്പം കമ്പ്യൂട്ടർ വന്നപ്പോൾ ലൈക്ക് അതിലേക്ക് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി. ഇന്ന് നമ്മൾ അത് EMIക്ക് സാധനം വാങ്ങുന്ന പോലെ അല്ല. അന്നൊരു കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് ഇന്ന് ഇങ്ങനെ കാണുന്ന ഒരു പ്രൊഡക്റ്റും അല്ല. അന്ന് കുറച്ചുകൂടെ വലുപ്പമുണ്ട്. CRT മോണിറ്ററൊക്കെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അത് കുറച്ചുകൂടെ ഒരു അതിൻ്റെ മുന്നും പിന്നും ബാക്കൊക്കെ ഭയങ്കര വലിയ സാധനമാണ്. കമ്പ്യൂട്ടറൊക്കെ ഉള്ള വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അങ്ങനത്തെ വീടൊക്കെ. അപ്പം ആ സമയത്ത് ആ ഒരു അഡാപ്റ്റബിലിറ്റിക്ക് വരാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആൻഡ് 4 ഇഞ്ചിൻ്റെ ബ്രഷ് ആക്കേണ്ടി വന്നത്. ഇത് ആക്ച്വലി ഇതേപോലെ അന്ന് ഡിസൈൻ കമ്പ്യൂട്ടർ പഠിച്ചു കൊടുക്കും. മനോഹരം എന്ന് പറയുന്ന സിനിമ കണ്ടുണ്ടോ? മനോഹരം എന്ന് പറയുന്ന സിനിമയിൽ ഈ സെയിം സാധനമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ന് AI വരുന്ന സമയത്തും കൂടുതൽ ആളുകളും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എക്സ്പെഷ്യലി ഈ ഡിജിറ്റൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലെ ആൾക്കാർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി AI ആയി കഴിഞ്ഞാൽ നമ്മളെ ജോലി പോകുമോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും ഈ വരയുന്ന ക്യാമറയ്ക്കും വരയുന്ന കമ്പ്യൂട്ടറിലേക്കൊക്കെ ഉള്ള ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. പക്ഷേ ഇത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഈ സാധനം അഡാപ്റ്റബിൾ ചെയ്യാൻ പോകുന്നത് മാൻഡേറ്ററി ആയിട്ടാണ്. നമുക്കൊരു സ്കില്ല് പിടിക്കുക എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ നിർബന്ധമായിട്ടും കൂടെ കൂട്ടേണ്ട സാധനങ്ങളാണ് ഈ AI ടൂളുകൾ. ഇത് വരാൻ പോകുന്നത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള സാധനങ്ങൾ എന്താണെങ്കിലും ഇവിടെ വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മളൊരു ടൂളായിട്ട് കണ്ടിട്ട് നമ്മൾ ഈ സാധനം പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അവിടെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നൊരു ലേണിംഗ് കർവ് എന്ന് പറയുന്നത്, ഒരു ലേണിംഗ് സാധനം എന്ന് പറയുന്നത് അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ ഒരു സാധനമാണ്. അതിൻ്റെ ഒക്കെ പിറകുള്ളത് ബേസിക് കോസ് ഉണ്ട്. അതൊരു ഇൻറ്റൻഷനാണ്. നമുക്ക് അതിലേക്ക് ലാസ്റ്റ് വരാം. അപ്പം അത്രയേ ഉള്ളൂ. എവിടെയാണ് ചോദ്യം? നിങ്ങൾ എങ്ങനെയാണ് ഈ കരിയറിലേക്ക് എത്തിയത്? അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഡിസൈനിങ് ഫീൽഡിന് പറഞ്ഞല്ലോ, ഈ ചാർട്ട് പോസ്റ്റർ വെച്ചിട്ട്, അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഓക്കെ, ഇതിൻ്റെ കൂടെ ഞാനൊന്ന് ആഡ് ഓൺ ചെയ്യാണ്. ഇപ്പോൾ മൂപ്പര് പറഞ്ഞ് കുറേ ആൾക്കാർ ലേണിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേണിംഗ് അല്ല വേണ്ടത്, ആപ്ലിക്കേറ്റബിൾ ലേണിംഗ് ആണ് വേണ്ടത്. മനസ്സിലായോ? ലേൺ ചെയ്താൽ മാത്രം പോരാ. ഒരു സാധനം കള്ള് കുടിക്കരുത് എന്ന് ഞാൻ പഠിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? കള്ള് കുടിക്കരുത് എന്ന് പഠിച്ചാൽ മാത്രം പോരാ, അത് എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് ചെയ്യണം? ആപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ആപ്ലിക്കേറ്റ് ലേണിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതൊക്കെ പഠിച്ച് ഇത് ആപ്ലിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതാണ് മൂപ്പര് എക്സാക്ട്ലി എല്ലാ കാര്യങ്ങളിലും ഇത് പറഞ്ഞത്. അപ്പം ഇതിൽ ഇപ്പോൾ നമ്മൾ ഡിസൈനിങ്, ബ്രാൻഡിങ്, ഈ സാധനങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞു. അപ്പം അതിൽ ബ്രാൻഡിങ് എന്താണ് ബ്രാൻഡിങ് എന്നുള്ളത് നമുക്കൊരു ചില ആൾക്കാർ ലോഗോ അല്ലെങ്കിൽ കോൺസെപ്റ്റ്, കളർ തീം ഇതൊക്കെ പറയും. ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു ഐഡിയ ആണ്, നിങ്ങൾ കറക്റ്റ് ചെയ്ത് തരണം. അപ്പോൾ എനിക്കൊന്നും തോന്നുന്നത് ബ്രാൻഡ് ആസ് ഒരു പേഴ്സൺ, ഒരു എന്തോ സാധനം ബ്രാൻഡ് നമ്മളോട് പറയാനുണ്ട്. ഇപ്പോൾ സ്കില്ലേജ് എന്തോ നമ്മളോട് പറയാനുണ്ട്, അതാണ് ഒരു ബ്രാൻഡിങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ കുറച്ച് എക്സാമ്പിളൊക്കെ, എനിക്കുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങളൊന്ന് ക്ലാരിറ്റി വരുത്തണം. അതിൻ്റെ കൂടെ ഞാൻ അതിന് മുമ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ മുമ്പ് നമ്മൾ പണ്ടത്തെ ഡിസൈനൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ട്രഡീഷണൽ ആയിരിക്കും. നമ്മൾ വീടിൻ്റെ മതിലുകളൊക്കെ കുറേ മുഖങ്ങൾ, ഫേസിൻ്റെ ചിത്രം ഉണ്ടാവും, പിന്നെ സിംഹങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. പണ്ടത്തെ വീടൊക്കെ നോക്കിയാൽ അതിൻ്റെ മതിലും, പണ്ടത്തെ ഗേറ്റ് കണ്ടിട്ടുണ്ടോ? ഗേറ്റ് വരെ വളരെ രീതിയിലേക്ക് വളച്ചും ഭയങ്കര കഷ്ടപ്പാടായിരിക്കും അത് ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഉള്ള വീടുകളുടെ ഗേറ്റുകളും മതിലുകളൊക്കെ ഭയങ്കര മിനിമലായിരിക്കും, നീറ്റായിരിക്കും, ക്ലീൻ ആയിരിക്കും. ഐ തിങ്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു മിനിമലിസം നമ്മുടെ ബ്രാൻഡിൽ, ഡിസൈനിൽ, ഇതിലൊക്കെ വന്ന സമയത്ത് കുറേ ആൾക്കാരുടെ കുറേ എന്താ പറയുക, നല്ല കുറേ കാര്യങ്ങൾ പോയില്ലേ? ട്രഡീഷണൽ സാധനങ്ങളോടുള്ള ഒരു ഇഷ്ടങ്ങൾ പോയില്ലേ? അതുപോലെ തന്നെ കുറേ ക്രിയേറ്റിവിറ്റി പോയില്ലേ? മിനിമൽ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാണ്ടാക്കുന്നതാണ് മിനിമൽ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡിസൈനിൽ ഒന്നും ഇല്ലാതെ ഈ സാധനം. അപ്പോൾ ഇതും മിനിമൽ ആയിട്ടുള്ള ഡിസൈനും ട്രഡീഷണൽ ഡിസൈനും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണ്? അതിലേതാണ് ഏറ്റവും ബെറ്റർ? നമ്മൾ ചൂസ് ചെയ്യുന്നത് ട്രഡീഷണലാണോ മിനിമലാണോ ഏതാണ്? അപ്പോൾ അതെങ്ങനെയാണ് ഇതിൽ അഡാപ്റ്റ് ചെയ്യേണ്ടത്? ഇതെങ്ങനെയാണെന്നുള്ള ഇതിൻ്റെ ഒരു ഫങ്ഷൻസ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഞാനൊന്ന് പറഞ്ഞു നോക്കാം, തെറ്റാണെങ്കിൽ ഇനിയും തിരുത്താൻ കേട്ടോ. ഞാനൊരു അധ്യാപകനല്ല, നിങ്ങളൊരു അധ്യാപകനാണ്. ധൂമം എന്ന് പറയുന്ന സിനിമ കണ്ടുണ്ടോ? ധൂമം എന്ന് പറഞ്ഞ സിനിമയിൽ ഫഹദ് ഫാസിൽ ഒരു കഞ്ഞിനെ പറ്റി പറയുന്നുണ്ട്. 10 ആളുകൾ നല്ലത് പറഞ്ഞ സാധനം 11ാമത്തെ ആളും നല്ലതേ പറയൂ, അല്ലേ? ഈ ഒരു ബേസിക് സാധനമാണ് ലൈക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ വ്യത്യാസം, അതായത് ഏതാണ് നല്ലത് മോശം എന്നുള്ളതിൽ നമുക്കത് പറയാൻ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. പണ്ട് ഡീറ്റെയിലിങ്ങിലേക്ക് പോവുക എന്ന് പറയുന്നത് അതിൻ്റെ, ഇപ്പോൾ നമ്മൾ ഈ കൊട്ടാരങ്ങൾ, ഇതിൻ്റെ ഒരു സിമ്മെട്രി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസം. അതായത് ഒരു വീടിനെ പകുതി മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. അതായത് റൈറ്റ് സൈഡിൽ 5 റൂം ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലും 5 റൂം ഉണ്ടാവും. ഇങ്ങനത്തെ സിമ്മെട്രിക്കൽ ഡിസൈനുകളായിരുന്നു ഈ ഭയങ്കര കുറേ മുമ്പ് 4 കെട്ടുകൾ ഒക്കെ പോലെയുള്ള. ഇതിങ്ങനെ മാറി ഇപ്പോൾ ഗേറ്റ് ഒക്കെ പറഞ്ഞ പോലെ, ഗേറ്റും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ആർക്ക് ഷേപ്പ്, ഇങ്ങനെ ഒരു ഇങ്ങോട്ടൊരു ഷേപ്പും ഇങ്ങോട്ടൊരു ഷേപ്പും, അത് കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ആ സമയത്ത് അതായിരുന്നു നല്ലത്. നമ്മളവിടെ ആൾക്കാർ വീട് വെക്കുന്നത് എങ്ങനെ? വീട് വെക്കുന്നപ്പോൾ ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഇതിൽ ഡിസൈൻ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ റെഫറൻസ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് എന്താണെന്ന് പഠിക്കും. അപ്പോൾ നമ്മളൊരു 10-15 ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, അല്ലേ? ഇങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ട് ഈ സാധനം ചെയ്യുമ്പോൾ അത് തന്നെയായി മാറും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളും ആ ട്രെൻഡിന്റെ ഭാഗമാവുകയാണ്, അല്ലെങ്കിൽ നമ്മളും ആ സാധനത്തിന്റെ ഭാഗമാണ്. ഐ തിങ്ക് അതുകൊണ്ടാണ് തോന്നുന്നു നിങ്ങൾ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കോമ്പറ്റീറ്റർ അനാലിറ്റിക്സ് ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നത് അത് ചെയ്താൽ നിങ്ങൾ അതേപോലെ ആവും. നമ്മൾ ഇതൊക്കെ ചെയ്യും, ലൈക്ക് നമ്മൾ സാധനം പഠിക്കും, പക്ഷെ പഠിക്കുമ്പോൾ അതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനം കൂടെ ഉണ്ട്. അപ്പോൾ ബേസിക്കലി കോമ്പറ്റീറ്റീവ് അനാലിസിസ് ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് കേട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത് കേട്ടോ. ഈ വർക്കിംഗ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് വേണ്ട ഒരു സാധനം. അപ്പോൾ ഞാനത് ചെയ്യാതിരിക്കുന്നത് ബേസിക്കലി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ബ്രാൻഡിങ്ങാണ്. നേരത്തെ ആ ചോദ്യത്തിൽ തുടങ്ങാം. നിങ്ങൾ പറഞ്ഞ ബ്രാൻഡിങ് എന്ന് പറയുന്നത് സ്കില്ലേജ് ഹാസ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ്, അല്ലേ? സ്കില്ലേജിന് എന്തോന്ന് ഈ മാർക്കറ്റിനോട് വിളിച്ച് പറയാണ്ട്, ആ വിളിച്ച് പറയുന്ന പ്രോസസ് ഈസ് കോൾഡ് ബ്രാൻഡിങ്, അല്ലേ? അത് എനിക്കും ഭയങ്കര പുതിയ അറിവാട്ടോ. അത് അടിപൊളി സാധനം. അത് തന്നെയാണ് ഇത് ആക്ച്വലി സത്യം അടിപൊളി. ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ഇത് ഇന്നതാണ് എന്ന് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ഈ ബ്രാൻഡ് എന്ന് പറയുന്നത്.
നമുക്ക് പല സാധനങ്ങളും ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റുമെന്ന് പറയാമല്ലോ അല്ലേ? അത് ഇന്നതിന് പറ്റും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പം ഇങ്ങനെ പറയാൻ പറ്റാത്ത ചില സാധനങ്ങളിലൊന്നാണ്. ഇപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളൊരു ബ്രാൻഡിങ്ങിനെ കുറിച്ച് വായിച്ചിട്ടുള്ള പുസ്തകമാണ് മാർട്ടിൻ ന്യൂമിയറിൻ്റെ ബ്രാൻഡ് ഗ്യാപ്പ്, ബ്രാൻഡ് ഫ്ലിപ്പ് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ. നിങ്ങൾക്ക് ബ്രാൻഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. ബ്രാൻഡ് ഗ്യാപ്പ്, ബ്രാൻഡ് ഫ്ലിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുപാട് സാധനങ്ങളുണ്ട്. പുള്ളിക്കാരൻ പറയുന്ന ഒരു സാധനം എന്താ വെച്ചാൽ, ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരാൾ ഒരു സംഭവത്തെക്കുറിച്ച്, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ കേൾക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഗട്ട് ഫീലിംഗ് എന്താണ് എന്നുള്ളതാണ് ബ്രാൻഡ് എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അത് ആക്ച്വലി റൈറ്റാണ്, അത് സത്യമാണ്. ആൻഡ് വേറെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ സാധനമാണ് ബ്രാൻഡ് എന്ന് പറയുന്ന ലോഗോ അല്ല. പുള്ളി തന്നെ പറയുന്നുണ്ട് നമുക്ക് ബ്രാൻഡ് എന്താന്ന് പറയുന്നതിൻ്റെ മുന്നേ ബ്രാൻഡ് എന്തൊക്കെയല്ല എന്നുള്ള നമുക്ക് ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞത് ലോഗോ അല്ല, ഇത് കളറല്ല, ഇതൊരു ഇന്ന സാധനം അല്ല എന്നും പറയുന്നുണ്ട്. അപ്പം ഐ ബിലീവ് ലൈക്ക് അതെ എക്സാക്ട്ലി അത് തന്നെയാണ് അതിൻ്റെ മെറ്റീരിയൽസാണ്. ഐ ബിലീവ് ലൈക്ക് ബ്രാൻഡ് ഈസ് എ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തഡോളജി. അപ്പം ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പാണ്, ഒരു ആത്മബന്ധമാണ് ആ ഒരു സംഭവം, കുറച്ച് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ഓർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പീപ്പിൾ ടു ഗെറ്റ് ഇൻ റിലേഷൻഷിപ്പ്. നമുക്കൊരു റിലേഷൻഷിപ്പിലാവാൻ നമ്മൾ ഒരാളോട് എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ പറയും, എന്തൊക്കെ കെയർ ഉണ്ടാവും അല്ലേ? അപ്പം ബേസിക്കലി ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പാണ്. ബ്രാൻഡിങ് എന്ന് പറയുന്ന ആ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എത്താനുള്ള ഒരു സംഭവമാണ്. അപ്പം സ്കില്ലേജ് ഒരു ബ്രാൻഡ് ആവുന്നത് സ്കില്ലേജിനോട് എത്ര ആളുകൾക്ക് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉള്ളിലുണ്ട്. ഇതാണ് സ്കില്ലേജ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വലിപ്പം. ഏറ്റവും വലിയ ബ്രാൻഡ് എന്ന് പറയപ്പെടുന്ന ബ്രാൻഡ് ഏതാ? സോകോൾഡ് ഗൂഗിൾ. യെസ്. പിന്നെ ആപ്പിള്. ഇത് വലിയ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നത് ശരിക്കും ആപ്പിളാണ്. ഗൂഗിൾ ഈസ് ഓൾസോ ബിഗ് ബ്രാൻഡ്. ആപ്പിൾ വലിയ ബ്രാൻഡ് ആവാനുള്ള കാരണം ഒന്ന്, ആപ്പിളിന് ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒന്ന്. ആപ്പിളിന്റെ പിറകെ കുറെ ആൾക്കാരുണ്ട് അല്ലേ? ഒരുപാട് ആൾക്കാരുണ്ട്. രണ്ടാമത്തത്, ആപ്പിൾ എന്ന് പറയുമ്പം ഒരുപാട് സ്വന്തം നമ്മൾ കഴിക്കുന്ന 1 കിലോ 2 കിലോ വാങ്ങുന്ന ആപ്പിളിന്റെ ഒപ്പോ അല്ലെങ്കിൽ അതിന്റെ മുമ്പ് നമ്മൾ മനസ്സിലേക്ക് വരിക എന്താ? ആപ്പിളിന്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റാണ് അല്ലേ? ഈ സാധനം ആർക്കൊക്കെയോ ഒന്നുകിൽ എന്തുണ്ട്, സാംസങ് ആണ് അതിനെക്കാട്ടിലും നല്ലത് എന്ന് പറയുന്ന ഒരു ബന്ധം മൂപ്പരുമായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇത് തന്നെയാണ് ബെറ്റർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നവരൊക്കെ കുറച്ച് പൈസ ഉള്ളവരാണ് അല്ലെങ്കിൽ കുറച്ച് മെയിൻ ആണ് മാർക്കറ്റിൽ എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിൽ എവിടെയോ വരുന്നുണ്ടെങ്കിൽ ആ സംഭവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആപ്പിളിനെ വലിയൊരു ബ്രാൻഡ് ആക്കുന്നത്. സ്കില്ലേജ് എന്ന് പറയുമ്പോൾ എത്ര ആളുകളിലേക്ക് എത്തുന്നുണ്ട്? ഇപ്പോൾ 1 കോടി ജനങ്ങളിലേക്ക് സ്കില്ലേജ് എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, 1 കോടി ജനങ്ങളുമായിട്ട് സ്കില്ലേജിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്കില്ലേജ് അത്രത്തോളം വലിയ ബ്രാൻഡാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും ഈ സെഷൻ എടുക്കാൻ പോകുമ്പോൾ എക്സാമ്പിൾ പറയുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് മഞ്ചേരി നാണിയുടെ മെസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സ് ഉണ്ട്. നാണിയുടെ മെസ്സ്, നാണിയാക്കാന്നാണ് മുപ്പരെ വിളിക്കുക, ഒരു പാവ മനുഷ്യനാണ്. അപ്പോൾ നാണിയുടെ മെസ്സ് എന്ന് പറഞ്ഞിട്ട് മഞ്ചേരി NRE സൂപ്പർ മാർക്കറ്റിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഒരു ബോർഡ് പോലും ഇല്ല. ബോർഡ് ഉണ്ട്, അത് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കണം. ബോർഡ് ഒരു ഇടവഴിയിലൂടെ ഒരു 2 അടി ഗ്യാപ്പിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് അങ്ങോട്ട് എത്തുക. അപ്പം പുള്ളിക്കാരൻ ഞാനെപ്പോഴും പറയുന്നത് പുള്ളിയാണ് മഞ്ചേരിയിലെ ഏറ്റവും നല്ല ഫുഡ് ബ്രാൻഡ് എന്ന്. കാരണം അതിൻ്റെ ഒരു 2-3 ക്വാളിറ്റിയിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പുള്ളിയുടെ വീടിൻ്റെ താഴെ പുള്ളി എന്നെ കുക്ക് ചെയ്തിട്ട് പുള്ളി എന്നെ സെർവ് ചെയ്തിട്ടാണ് ഈ കച്ചവടം നടത്തുന്നത്. രണ്ടാമത് ചോറ് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർ ഇട്ട് തരും, പക്ഷേ നമ്മളത് ബാക്കിയാക്കി പോകുന്ന ചീത്ത പറയുകയും ചെയ്യും. ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു എത്തിക്സ് മൂപ്പര ബ്രാൻഡിൽ, മൂപ്പര റെസ്റ്റോറൻറ്റിൽ, ആ മെസ്സിൽ മൂപ്പർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും നല്ല ബ്രാൻഡ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അവിടെ വേറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒരുപാട് കച്ചവടം ചെയ്യുന്ന സാധനമുണ്ട്. ഇവിടെ 40 രൂപ 50 രൂപയ്ക്ക് ഇതിന് ഇവിടെ സാധനമുള്ളൂ, 4 കറിയുണ്ട്, ഇതൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പം ബ്രാൻഡ് എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപിളി ആ പ്രോഡക്റ്റ് ഒരു സർവീസ് ആളുകളുമായിട്ട് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള. ഇപ്പം നിങ്ങൾക്ക് ഇതിവിടെ പല ആളുകളും വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾക്ക് ഞാൻ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ, ഷെയർ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ എന്നെക്കുറിച്ച് ഇയാൾ എന്താണെന്നുള്ള ഏകദേശം ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സംഭവമാണ് എന്ത് ഞാൻ അതെ ലൈക്ക് അതാണ് ബ്രാൻഡ് ലേണർ. ലൈക്ക് അതാവണം. ലൈക്ക് പറഞ്ഞു എന്താ വെച്ചാൽ ബേസിക്കലി എൻ്റെ ഒരു സ്വഭാവം, എൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണ് എന്നെ പേഴ്സണൽ ബ്രാൻഡ് ആക്കുന്നത്. ഒന്നില്ല ഇങ്ങനത്തെ 2-3 സ്ഥലത്തൊക്കെ പോയി ഞാൻ ക്ലാസ് എടുത്തിരുന്ന് കൂട്ടിക്കോളി, അവിടെയുള്ള ഇയാൾ വന്നിട്ട് എന്തോ ഒരു സാധനം പഠിച്ചു, അയാൾ പഠിപ്പിച്ചു തന്ന സാധനം ഇതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ എഴുതി വെക്കാൻ പോകുന്നില്ലല്ലോ. പക്ഷേ സംവേർ
ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനങ്ങൾ നിങ്ങൾ റിമൈൻഡ് ചെയ്യുന്നത് ഭയങ്കര രസകരമായിട്ടും ഭയങ്കര സിമ്പിളായിട്ടും ആയിരിക്കണം എന്നുള്ളൊരു നിയതി എനിക്കുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭയങ്കര കൂളായിട്ട് സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് എല്ലാ സ്ഥലത്തും പോയി ഇങ്ങനെ സംസാരിക്കില്ല. ചില സ്ഥലത്ത് പോയാൽ നമ്മൾ കുറേ സ്ട്രിക്റ്റ്, നമ്മൾ ഏജൻസിയിലൊക്കെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവിടെ കുറച്ചുകൂടെ ഏജൻസിയിലല്ല, നമ്മൾ ചില ഇൻ ഹൗസ് ടീമിലോ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാനത്തിലൊക്കെ ഇങ്ങനെ ബ്രാൻഡിങ്ങോ മാർക്കറ്റിംഗോ ഒക്കെ സംസാരിക്കാൻ പോകുമ്പോൾ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ടോപ്പിക് കൂടെ ഇട്ട് അതിനൊന്നുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അവിടെ നമുക്കൊരു കോഴ്സ് ഉണ്ടാവും, ഒരു നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് അതും. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് മീ ലൈക്ക് ദിസ്. ആ ഒരു ഉദ്ദേശം എനിക്കുള്ളതുകൊണ്ടാണ് ഭയങ്കര ഈസി ആയിട്ട് പറഞ്ഞത്. കാരണം ഇത് വലിയൊരു സംഭവമല്ല. ബ്രാൻഡിങ് ആണെങ്കിലും അഡ്വർടൈസിങ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും വാട്ട് യു ആർ ലേണിംഗ് റൈറ്റ് നൗ, അത് അത്ര വലിയ സംഭവം അല്ല എന്നുള്ളത്, ഇതിൻ്റെ ഒരു വെയിറ്റ് നിങ്ങളിൽ കുറക്കുക എന്നുള്ളൊരു ഉദ്ദേശം എവിടെ ഉള്ളതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇനിയും ഇതിൽ കുറേ സാധനങ്ങൾ പഠിക്കാണ്ട് എന്നൊക്കെയുള്ള ഫീല് ഇതിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഇതാണ് ആക്ച്വലി ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇത് പേഴ്സണൽ ബ്രാൻഡിങ്ങും ഇത് ചെറുതും വലുതൊക്കെ ബ്രാൻഡ് എങ്ങനെയാവണമെന്ന് വെച്ചാൽ എത്ര ആളുകൾ അതിനോട് ബന്ധത്തിലുണ്ട് എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ള. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഈ ട്രഡീഷണൽ ആൻഡ് മിനിമൽ ഡിസൈൻസ് മാറുന്നത് പലപ്പോഴും ട്രെൻഡിന്റെ പിറകെ പോകുമ്പോഴാണ്. നമ്മൾ വീടെടുക്കുമ്പോൾ അതിൽ തന്നെ ഇപ്പൊ മിനിമൽ ഡിസൈൻസ് വരുന്ന സമയത്ത് ആളുകളുടെ ക്രിയേറ്റിവിറ്റി കുറയുന്നുണ്ടോ? ആക്ച്വലി ഒരു ട്രഡീഷണൽ സാധനം ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ തല കൊടുക്കേണ്ട സാധനമാണ് മിനിമൽ. കാരണം നമുക്ക് എന്ത് ഉൾപ്പെടുത്തുന്നു പറയാൻ ഭയങ്കര ഈസിയാണ്, എന്ത് ഉൾപ്പെടുത്തരുത് എന്ന് പറയാൻ അതിന് ടേസ്റ്റ് ഉണ്ടാക്കണം. അപ്പം നമ്മളൊരു ബിരിയാണി വെക്കുന്ന സമയത്ത് ബിരിയാണിയിൽ എന്തൊക്കെ ഇടും, മാക്സിമം സാധനങ്ങൾ അതിൽ പട്ട, ഏലം, ഗ്രാമ്പു, കുരുമുളക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനം അതിൽ ഇട്ടിട്ടാണ് ഇത് ബിരിയാണി ആവുന്നത്. ഇതൊന്നും ഇടാതെ അരി മാത്രം ഇട്ടിട്ട് ബിരിയാണിൻ്റെ ടേസ്റ്റ് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. അപ്പം മിനിമൽ ഡിസൈൻ, മാക്സിമൈസ് ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വീണ്ടും ഒരു മാക്സിമൈസ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടെക്സ്റ്റുകളൊക്കെ വലുതാക്കി കൊടുക്കുക. ചില പാക്കേജിൻ്റെ ഒക്കെ മുകളിൽ വലിയ വലിയ ടെക്സ്റ്റ് മാത്രമേ കാണുള്ളൂ. ഈ ഡിസൈൻ അല്ലെങ്കിൽ കളറൊക്കെ കുറച്ച് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറച്ച് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട്. ഇത് വരുന്നുണ്ട് എന്ന് കണ്ടിട്ട് അതിലൂടെ ഒരു 4 ആളുകളോട് ചെയ്താൽ പിന്നെ അതായി വന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പം നമ്മൾ ആ ഒരു സാധനം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ആ സാധനം ആയിന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു വീട് എടുക്കുന്ന സമയത്ത് ആർക്കിടെക്ചർ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പം വീട് എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത്, എഞ്ചിനീയറിൻ്റെ അടുത്ത് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക? നമ്മളെ നാട്ടുകാർ മീൻസ് അതൊരു കുറ്റം അല്ലെങ്കിൽ പ്രശ്നമൊന്നുമല്ല കേട്ടോ. നമ്മൾ സംസാരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ 2 ബെഡ്റൂം, ഹാള്, കിച്ചണ്, സിറ്റ് ഔട്ട്, പിന്നെ 2 അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു നിസ്കാര ഹാള്, മുകളിൽ എന്തുവാണ് ഒരു ബെഡ്റൂം, വലിയൊരു ഹാള് കഴിഞ്ഞു. അല്ലെങ്കിൽ അവിടെ ഇപ്പം ഇങ്ങനെ ഇട്ടാൽ മതി, കോണിക്കൂട് മാത്രം മതി, ഞങ്ങൾ പിന്നെ എടുത്തോണ്ട് ചോരുമ്പെടുത്തോണ്ട്. ഇതാണ് ബേസിക്കലി നമ്മളെ വീടിൻ്റെ ഫംഗ്ഷൻ. ആക്ച്വലി നമുക്ക് എന്തിനാണ് വീട് എന്ന് പോലും വീടെടുക്കുന്ന ആളുകൾക്ക് അറിയില്ല, എടുക്കേണ്ട ആളുകൾ. അപ്പം ആ ഒരു എന്തിനാണ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഇതെവിടേക്കോ മിസ്സാവുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ബോധമില്ലാത്തതുകൊണ്ടുമാണ് നമ്മളിത് ഇങ്ങനെ പറയുന്നത്. ഇപ്പം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ലാറ്, ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം, ഇത് ഇനിയോടെ പറയാൻ പറ്റില്ല. ഈ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് എനിക്ക് പനിയും തലവേദനയും ഛർദിയാണ്, നിങ്ങളൊരു 4 പാരാസിറ്റമോൾ, ഒരു 2 മറ്റേ പെനഡോൾ, ഒരു 3 ഇഞ്ചക്ഷനും തരുമെന്ന് നമ്മൾ ആരോടെയും പറയുമോ? ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അയാളെ എഴുതി തരുമോ? അതുമില്ല. നമ്മൾ പോയിട്ട് എന്താ പറയുക, നമ്മളെ പ്രശ്നം പറയും, അയാൾ നമുക്ക് മരുന്ന് തരും. അത് കൃത്യമായിട്ട് മൂപ്പര് പറഞ്ഞ പോലെ നമ്മൾ ചെയ്താൽ ഈ അസുഖം മാറുമോ? മാറും, മാറാതിരിക്കാം. അവിടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ്. ദിസ് ഷുഡ് ബി ഹൗ വി വർക്ക്, ദിസ് ഈസ് ഹൗ ഐ പ്രാക്ടീസ്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ലോഗോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കും നിങ്ങൾക്ക് എന്തിനാ ലോഗോ എന്നുള്ളതാണ്. അപ്പോൾ മൂപ്പര് പറയും പ്രിൻ്റ് അടിച്ച് വെക്കാനാന്നുള്ള സാധനം പറയാം. അപ്പോൾ നമ്മൾ വീണ്ടും മാറ്റി ചോദിക്കും അതല്ല നിങ്ങൾക്ക് എന്തിനാ ലോഗോ എന്നുള്ള സാധനം മറ്റേ ഇയാളോട് ഇന്നസെൻ്റ് ചോദിച്ച പോലെയാണ്. അപ്പം ഇത് പലർക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് സാധനമല്ല. ഈ വീടിൻ്റെ കറക്റ്റ് എക്സാമ്പിളാണ്. ഇതിൽ ആരെങ്കിലും വീട് വെക്കാൻ പോകുന്നവരോ നിങ്ങൾ ആരെങ്കിലും വീട് വെക്കുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. വെരി ഗുഡ്. നിങ്ങൾ ആ ചിരിയിലുണ്ടായിന് നല്ലൊരു പണി എവിടെയോ കിട്ടീന് എന്നുള്ളത്. യെസ്. എങ്ങനെയാണ് ഒരു നല്ല ക്രിയേറ്റീവ് കോപ്പി നമ്മളെ മൈൻഡിലേക്ക് വരുന്നത്? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇപ്പോൾ ക്ലാസ്സിൽ തിയററ്റിക്കലായിട്ട് നമ്മൾ ഐഡിയ പ്രിൻസിപ്പിൾ നോക്കും, വാട്ട് 3W ഈ സാധനങ്ങളൊക്കെ ഫോളോ ചെയ്യും, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എക്സാക്ട്ലി ഇത് 3W വാട്ട് വൈ വൂ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എന്തിന്, ആർക്ക്, എങ്ങനെയാന്നുള്ള സാധനങ്ങൾ. അപ്പൊ ഇതില് പിന്നെ ഈ ഒരു സാധനങ്ങളാണ് നമ്മൾ നോക്കാം. അപ്പൊ ഇത് എക്സാക്ട്ലി ഇത് തന്നെയാണോ, ഇനി എല്ലാം ഒരു നല്ലൊരു യുറേക്ക മൂവ്മെന്റ് ഉണ്ടോ ഒരു സാധനം വരുമ്പോൾ? എനിക്ക് തോന്നുന്നു കൂടുതൽ ഞാൻ ബാത്റൂമിൽ ഇരിക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴൊക്കെയാണ് നല്ലൊരു ഐഡിയ വരിക. അപ്പൊ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്കും വരാറ്? ഇനിയല്ല നിങ്ങൾ അതിനു വേണ്ടി ധ്യാനത്തിന് ഇരിക്കാറുണ്ടോ?
അല്ല അതിന് മുമ്പ് ആദ്യം നമ്മൾ ബ്രെയിൻ സ്റ്റോം ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ടോ? ഇതൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. അല്ല നിങ്ങൾക്ക് അറിയണോ? അപ്പൊ ഒന്നും കൂടെ ഇന്നൊരു ഉഷാറായിട്ട് നിൽക്കേടാ. എന്തായാലും ആ നിസ്കാരം ചിലപ്പോൾ ഒന്ന് കളാവിട്ടേണ്ടി വരും കേട്ടോ. ഇത് അല്ല, ബേസിക്കലി പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഇനിയും ഉത്തരം കിട്ടാതെ മനുഷ്യൻ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സംഭവം. ഇത് എപ്പോഴാണ് ഈ ഒരു മൊമെൻറ്റം എന്നുള്ളത്? ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത് ഐ വർക്ക് ഫോർ എ റീസൺ. എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകുമ്പോഴാണ് ഞാൻ വർക്ക് ചെയ്യുക. ആ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം ഈ ഉത്തരം ഇങ്ങോട്ട് വരും എന്നുള്ള ട്രസ്റ്റിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നെ കണ്ടെത്തിയിട്ടാണ് ഈ സാധനങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ആ സെർച്ചിൽ അതിനുള്ള സാധനം ഉണ്ടാവും എന്നുള്ളൊരു ട്രസ്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം എന്നുള്ള ക്യാമ്പയിൻ എഴുതുന്നത് വളരെ റാൻഡമായിട്ട് ഞാനെൻ്റെ സുഹൃത്തും എൻ്റെ പാർട്ട്ണറും കൂടെ ഊട്ടിയിൽ നിന്ന് തിരിച്ച് ഒരു പ്രൊജക്റ്റിൻ്റെ ലോഞ്ച് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് കാറിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആക്ച്വലി ഒരു കോളൊക്കെ വന്നാണ്ട് വെറുതെ മൈൻഡിലേക്ക് വന്ന സാധനമാണ്. ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട സാധനമല്ല. ഫാമിലി അങ്ങനെ ഒരു ക്ലൈൻറ്റേ അന്നില്ല. ലൈക്ക് ആ ക്ലൈൻറ്റ് അന്നില്ല. നമ്മൾ വെറുതെ അപ്പോൾ ഒരു കോള് കഴിഞ്ഞിട്ട് മൈൻഡിലേക്ക് വന്ന എൻ്റെ ഇഷ്ടങ്ങൾ, അത് ആക്ച്വലി അങ്ങനെ എൻ്റെ സങ്കല്പങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് ദർ ഈസ് സംതിങ് അതിലെന്തുകൊണ്ട് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു അത് അടിപൊളി സാധനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റടിക്ക് അത് എഴുതി വെച്ചു. എൻ്റെ സങ്കല്പങ്ങൾ അതിന് ഓക്കെ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഇതൊന്ന് ഡിസൈൻ ചെയ്ത് ഇതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഈ സാധനം പ്രസൻറ്റ് ചെയ്യുന്നു, ഇത് അപ്രൂവ് ആവുന്നതൊക്കെ. ആക്ച്വലി ആ ഒരു ക്യാമ്പയിൻ ഇത് ഡിസൈൻ ചെയ്തു ഇങ്ങനെയല്ലായിരുന്നു. ഇത് ഫുൾ വൈറ്റിൽ ഇതിൻ്റെ സിമ്പിൾ സാധനം വരാനുള്ള ഒരു റീസൺ എന്താ അറിയോ? എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാമെന്ന് പറയുന്നതിൻ്റെ ബേസിക് ഒരു ഫണ്ടമെൻ്റൽ ഇമോഷനാണ് നമ്മളിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ഡിസൈൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാറയിലും ഇവരൊക്കെ കാണുന്ന പോലെ ഒരു ചിരിച്ചിരിക്കുന്ന ഒരു മോഡൽ നല്ല തിളക്കമുള്ള സാരീൻ്റെ മുകളിൽ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാമെന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ കൺവേ ആവുന്ന ഡ്രസ്സ് മാത്രമാണ്. ഇത് ഓരോരുത്തർക്കും ഐ ഹാവ് റീഡ് എ ലോട്ട്. ലൈക്ക് എന്താ പറയുക, ചുരത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്ന മിക്ക ആളുകളും അവിടെ ഇറങ്ങി ചായ കുടിക്കുമ്പോൾ ഈ സാധനം കാണുമ്പോൾ ചുരത്തിൻ്റെ മുകളിലൂടെ പോയി 4-ാം വളവിൽ ഇറങ്ങി ചായ കുടിക്കുന്ന ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കും? ഡ്രസ്സ് വാങ്ങുക എന്നുള്ള അല്ലല്ലോ. പക്ഷേ അവർക്ക് ആ ക്യാമ്പയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വളരെ എന്താ പറയുക പേഴ്സണലായിട്ടുള്ള ഒരുപാട് സാധനങ്ങളായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ റിലേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് ഫുൾ വൈറ്റിൽ ഈ ടെക്സ്റ്റ് മാത്രം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതങ്ങനെ ഡീൽ ചെയ്തത്. അത് ഡീൽ ചെയ്യാനുള്ള കാരണം ഈ ക്യാമ്പയിൻ വെറുതെ കിട്ടിയത് മീൻസ് ഇങ്ങനെ ഒരു യാത്രക്കിടെ വളരെ എന്തോ ഒരു സാധനം കൊണ്ട് കിട്ടിയതാണെങ്കിൽ പോലും അത് വർക്ക് ചെയ്യുമ്പോൾ വി അപ്ലൈഡ് വെരി വെരി സിമ്പിൾ സ്ട്രാറ്റജി. ഇത് ആളുകളെ കണക്ട് ചെയ്യണം എന്നുള്ളൊരു സാധനം. അപ്പോൾ ആ റീസൺ ഉണ്ടല്ലോ, ഈ റീസണാണ് ആക്ച്വലി ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ എങ്ങനെയാണ് നമുക്കൊരു സാധനം കിട്ടുന്നത് എന്നുള്ളത്, നമ്മളടുത്തൊരു റീസൺ ഉണ്ടോ ബെറ്റർ സാധനം നമുക്ക് കിട്ടും. നേരത്തെ വീടിൻ്റെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീട് വേണ്ടത് നിങ്ങൾക്കൊരു 4 പെങ്ങന്മാരുള്ള ഒരാളാന്ന് കൂട്ടുക. ഒരാൾ വീട് വെക്കുക, 4 പെങ്ങന്മാരുള്ള ഒരാളാണെങ്കിൽ ഈ പെങ്ങൾക്ക് ആളുമ്പോൾ 2 വീതം കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായി? 4, 8, 12 ആൾക്കാർ ഒരു ഓണപ്പൂട്ടിന് അവിടെ ഉണ്ടാവും, ക്രിസ്മസ് പൂട്ടുണ്ടാവും. ഈ 12 ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ജസ്റ്റ് എ ബിൽഡിങ് അല്ലേ? അവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ജസ്റ്റ് എ ബിൽഡിങ്. അപ്പോൾ അവിടെ ആ വീട് വർക്ക് ചെയ്യേണ്ടത് അവരുടെ റീസണിൻ്റെ മുകളിലാണ്. അവർ കുറച്ചുകൂടെ ഒരു ആത്മീയമായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നിസ്കരിക്കേണ്ടത് സൺലൈറ്റ് ഡയറക്റ്റ് വരുന്ന ഒരു നിസ്കാര റൂം അവിടെ വരുന്നുണ്ട്. ഫുൾ അടച്ചു പൂട്ടിയിട്ട ചെറിയ റൂമല്ല. ലൈക്ക് ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് അവിടെ സ്ഥിരമായിട്ട് പത്രം വായിക്കുന്ന ഒരു ഗൃഹനാഥൻ ആ വീട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉമ്മറത്തൊരു ചാരികസേര വന്ന് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലുണ്ട്. ഇതാണ് ശരിക്കും ഒരു കോസിൻ്റെ മുകളിലാണ് അവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഇങ്ങനെ കോസിൻ്റെ മുകളിലാണ് നമ്മൾ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് സാധനം കിട്ടും. പക്ഷേ അത് ബെസ്റ്റാന്ന് ചിന്തിച്ചു കഴിഞ്ഞാലോ അതോടുകൂടി ഇത് കഴിയുകയും ചെയ്തു. നമുക്ക് വാട്ട് എവർ വി ഗെറ്റ്, നമ്മൾ ഇപ്പം ഇപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത ഏറ്റവും നല്ല വർക്കിൻ്റെ മുകളിലുള്ള വർക്ക് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. ഞാൻ ഇൻഡസ്ട്രികളുടെ മുകളിലുള്ള സാധനങ്ങളൊക്കെ വേറെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നാട്ടുകാരും കൂടെ സമ്മതിക്കണം. അതിനെന്ത് ചെയ്യണം? ഇത് അത്രയും ആളുകൾ ഇത് കാണണം. അത്രയും ആളുകൾ കാണണമെങ്കിൽ അത്രയും വലിയ ബ്രാൻഡിൽ അത് എത്തണം. അത്രയും ചുമരിലും അത്രയും പിന്നെ ഹോർഡിങ്ങിലും അത്രയും പെയ്ഡ് ക്യാമ്പയിനൊക്കെ ചെയ്യണമെങ്കിൽ ഇത്ര ലാക്സൊക്കെ അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഇത് സാധനം ആളുകൾ കാണുള്ളൂ. അപ്പം സാധനത്തിനെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും ഒക്കെ മാർക്കറ്റും ജനങ്ങളുമാണ്. നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ഇതിൻ്റെ ഒരു സാധനം വേണം, അതിൻ്റെ റീസൺ വേണം, അതിൻ്റെ വലുപ്പം ചെറുപ്പമൊക്കെ
ഈ സാധനം നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് എന്നും എൻജോയ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. നമുക്ക് ബേസിക്കലി ഈ പറഞ്ഞ പോലെ ബാത്റൂമിൽ ഇരിക്കുമ്പോഴും വന്നിട്ടുണ്ട്, പിന്നെ മറ്റു നിസ്കരിക്കുമ്പോഴും വന്നിട്ടുണ്ട്, ആൻഡ് വെറുതെ ഭക്ഷണം കഴിക്കുമ്പോൾ വന്നിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ആ സ്കില്ലേജിൻ്റെ ലോഗോ ഒരു 4-8 റീഡിസൈൻ ചെയ്തിട്ടുണ്ടാവും മൈൻഡിൽ. ഐ ഡു ഡിസൈൻ ഫസ്റ്റ് ഇൻ മൈ മൈൻഡ് ദെൻ ഇൻ കമ്പ്യൂട്ടർ. ഞാനൊരു 80% ഞാൻ തീർത്തതിന് ശേഷം ഞാൻ സിസ്റ്റത്തിൽ ഇരിക്കലുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്വിക്കായിട്ട് പണി തീർക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും സാധനമുണ്ട്.